ഹലോ ഡിയർ സ്റ്റുഡൻസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എജ്യൂപോർട്ട്. നിങ്ങൾ ക്യാപ്ഷനിലും തംബ്നെയിലും കണ്ട പോലെ തന്നെ എങ്ങനെ 15 ദിവസം കൊണ്ട് കെമിസ്ട്രി സെറ്റായിട്ട് പഠിച്ചെടുക്കാമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നത് സ്വാഭാവികമായിട്ടും 3 ടൈപ്പ് കാറ്റഗറിയിൽ ആൾക്കാരായിരിക്കും. ആദ്യത്തെ കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങളൊക്കെ ഫുൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും, എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ ഈ വീഡിയോ ഒന്ന് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്ന ആൾക്കാരായിരിക്കും. ഇനി ബാക്കിയുള്ള കുറച്ച് ആൾക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ എന്തായിട്ടുണ്ട്, കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്, എന്നാൽ ബാക്കി എന്ത് പഠിക്കണം, എങ്ങനെയാണ് പഠിക്കേണ്ടത്, മൊത്തത്തിലൊക്കെ ഒരു കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. ആൻഡ് ബാക്കിയുള്ള ആൾക്കാർ അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ആൾക്കാർ ഇപ്പോഴും തുടങ്ങാതെ ഇരിക്കുന്നവരാണ്. അതായത് നിങ്ങൾ ക്രിസ്മസ് എക്സാം കഴിഞ്ഞ സമയത്ത് നിങ്ങൾ കാര്യമായിട്ടുള്ള ഫോക്കസ് ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷേ ഇനി നിങ്ങൾ നോക്കുമ്പോൾ മോഡൽ എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, എന്ത് ചെയ്യണം എന്നറിയില്ല, എവിടെ നിന്ന് തുടങ്ങണം എന്നറിയില്ല, അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഓക്കെ ആണല്ലോ? ശരി, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ 15 ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ കെമിസ്ട്രി സെറ്റ് ആക്കാം? അതിന് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഓരോ ചാപ്റ്ററിനെ കുറിച്ചും അതിൻ്റെ വെയിറ്റേജിനെ കുറിച്ചും സംസാരിക്കണം. നമ്മൾ നോക്കുകയാണെങ്കിൽ മൊത്തം 60 മാർക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 9 ചാപ്റ്റേഴ്സ് ആണല്ലോ ഉള്ളത്. സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി മുതൽ ഹൈഡ്രോ കാർബൺസ് വരെയാണ് നമുക്കുള്ളത് 9 ചാപ്റ്റർ. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയാലും സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എടുത്ത് നോക്കുകയാണെങ്കിൽ മൊത്തം 60 മാർക്കിൽ 6 മാർക്ക് അഥവാ 10% എവിടുന്നാണ് വരിക ചോദ്യങ്ങൾ, അത് സം ബേസിക് കോൺസെപ്റ്റ് എന്നാണ്. അടുത്ത ചാപ്റ്റർ ആയാലും സ്ട്രക്ചർ ഓഫ് ആറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് വരുന്നതാണ്. ക്ലാസിഫിക്കേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 6 മാർക്ക്. ഇനി ഒപ്പം തന്നെ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എടുത്തിട്ടുണ്ടെങ്കിൽ 7 മാർക്ക്, തെർമോഡൈനാമിക്സ് 6 മാർക്ക്, ഇക്വിലിബ്രിയം 7 മാർക്ക്, റിഡോക്സ് ആണെങ്കിൽ 5 മാർക്ക്, ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ 8 മാർക്ക്, ഒപ്പം തന്നെ ഹൈഡ്രോ കാർബൺസ് 8 മാർക്ക്. ഈ രീതിയിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്, ഒരു മാർക്കിംഗ് സിസ്റ്റം കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിന് തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ആരാന്നുള്ള ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ആരാണ് അവർ? ഈ 2 ചാപ്റ്റർ അല്ലേ, 2 ഓർഗാനിക് കെമിസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. അപ്പോൾ ചില ആൾക്കാരെങ്കിലും, അതായത് ഇപ്പം തുടങ്ങാം എന്ന് പ്ലാൻ ഇട്ട് കുറച്ച് ആൾക്കാർ അവസാനത്തെ 2 ചാപ്റ്ററാണ് ഓർഗാനിക്, അത് കുറച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, അത് സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നവരുണ്ടാവും. അങ്ങനെ സ്കിപ്പ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. നിങ്ങൾ ഈ 2 ചാപ്റ്റർ മാത്രം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 16 മാർക്കാണ് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ അതിൻ്റെ കൂടെ ഉണ്ടല്ലോ അഡീഷണൽ ആയിട്ട് ഈ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ +1 പഠിക്കുന്ന ഒരുപാട് തവണ റിവൈസ് ഉള്ള ചാപ്റ്റർ ആയിരിക്കും സം ബേസിക്. അപ്പോൾ ഈ 2 ചാപ്റ്റർ പ്ലസ് ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് എത്ര മാർക്കായി? 22 മാർക്കായി. നിങ്ങൾക്ക് 60-ൽ 22 ആയി. നിങ്ങൾ പാസ്സായില്ലേ? പാസ്സായി. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട 2 ചാപ്റ്റർ തന്നെയാണ് ഓർഗാനിക്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണ് എങ്ങനെയാണ് ഈ 15 ദിവസം കൊണ്ട് ഈ എൻറ്റയർ ചാപ്റ്റേഴ്സ് കവർ ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ചാപ്റ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവർ രണ്ടാൾക്കും 8 മാർക്ക് ഉണ്ട്. പിന്നെ നമ്മളെടുത്തിന് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിന് 7 മാർക്ക് ഉണ്ട്, കെമിക്കൽ ബോണ്ടിങ്ങിന് 7 ഉണ്ട്, ഒപ്പം തന്നെ ഇക്വിലിബ്രിയത്തിന് 7 ഉണ്ട്. ഇവരൊക്കെ വലിയ ചാപ്റ്റേഴ്സ് അല്ലേ. പൊതുവെ ഇക്വിലിബ്രിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കുറേ കുട്ടികൾക്ക് എന്താണ് പഠിക്കാൻ ബുദ്ധിമുട്ടില്ല, അല്ലെങ്കിൽ അതിൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കേസ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമുക്ക് എങ്ങനെ ഇതൊക്കെ ടാക്കിൾ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മൊത്തം ചാപ്റ്റേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളോട് ഇതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒറ്റയടിക്ക് പറയുന്ന ഉത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻ്റ് ആയിരിക്കും. കാരണം അതിൽ ഒരുപാട് കാര്യങ്ങൾ ബൈ ഹാർട്ട് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ആ ചാപ്റ്ററിൻ്റെ പകുതിക്ക് ശേഷമുള്ള പോർഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ, അഥവാ ട്രെൻഡ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ, പീരിയോഡിക് ട്രെൻഡ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അല്ലെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പിൻ്റെയൊക്കെ ഗ്രൂപ്പിലും പീരിയഡിലും ട്രെൻഡ് ചോദിക്കും. അപ്പോൾ അത് ലോജിക്കലി വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ബൈഹാർട്ട് ചെയ്യാം. അങ്ങനെ ബൈഹാർട്ട് ചെയ്ത് നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ ആ ചാപ്റ്ററിന് മാത്രം നിങ്ങൾക്ക് 6 മാർക്കായി. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ആണ്. അതെന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് 6 മാർക്ക് അവിടുന്ന് ബൈഹാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേടാൻ പറ്റുന്നതാണ്. ഓക്കെ, ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പറഞ്ഞിരുന്നത്. അപ്പോൾ 6 മാർക്ക് നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾ ഫുൾ ഇതിന് വേണ്ടി ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾക്ക് നേടാൻ പറ്റുന്നതാണ്. ഇനി ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഏതാ അടുത്ത എളുപ്പമുള്ള ചാപ്റ്റർ, ഈ ആദ്യത്തെ ഒരു 4 ചാപ്റ്ററൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്റർ ആയതുകൊണ്ട്, അതായത് മുന്നേ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയ ചാപ്റ്റർ ആയതുകൊണ്ട് അതിൽ നിങ്ങൾ കുറച്ചുകൂടി കൂടുതൽ എഫേർട്ട് ഇട്ട് പഠിച്ചുള്ളതുകൊണ്ട് ഈ പൊതുവെ ഈ 4 ചാപ്റ്റർ നിങ്ങൾക്ക് എളുപ്പമാവാം, ആവാതിരിക്കാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഈ 4 ചാപ്റ്ററിനും പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുക. ഓക്കെ, നിങ്ങൾ ഓരോ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടി വരും. ഓക്കെ, ഞാൻ ഈ പാഠം തീർത്തിട്ടുണ്ട്, ഇനി അതിന് അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് അവിടെ ബിൽഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ നിങ്ങൾ അവിടെ നിന്ന് തന്നെ തുടങ്ങിക്കോ. നമുക്ക് എന്താ വേണ്ടത്, ചാപ്റ്റർ കംപ്ലീറ്റ്ലി തീർക്കുക. ഈ 9 ചാപ്റ്ററും 15 ദിവസം കൊണ്ട് തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ക്ലാസിഫിക്കേഷൻ എന്ത് ചെയ്യാണ്, പഠിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ഇനിയിപ്പോൾ വല്ല ലെക്ചർ വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോട്ട്സ് നോക്കുമ്പോൾ ഇലാബറേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ നോക്കണോ? അങ്ങനെ നോക്കി കളയാൻ നമ്മളത് സമയമില്ല. കാരണം മോഡൽ എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു 1 ഷോട്ട് വീഡിയോ കാണാം, അല്ലെങ്കിൽ ഷോർട്ട് എക്സ്പ്ലനേഷൻ വീഡിയോ കാണാം. അത് എന്ത് ചെയ്യുക, അതൊരു 1.5x അല്ലെങ്കിൽ 2x ഇട്ടിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ആദ്യം ഓടിച്ച് വിടുക.
അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇന്ന ചാപ്റ്ററിൽ ഇന്ന പോർഷനിൽ ഇന്ന ടോപ്പിക്സ് ആണല്ലോ എന്നൊരു ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ചാപ്റ്ററിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക, രണ്ടാമത് നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് സമയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് കാണുക. ആ കാണുന്ന സമയത്ത് നിങ്ങളുടെ അടുത്തൊരു ചെറിയ നോട്ട്ബുക്ക് വേണം. ആ നോട്ട്ബുക്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മെയിൻ പോയിന്റ്സും ടോപ്പിക്സ് ഒക്കെ എഴുതി വെക്കണം. ഇല്ലെങ്കിൽ വേണ്ട, നിങ്ങളെ ക്ലാസ്സിലെ നോട്ടോ അല്ലെങ്കിൽ എജ്യൂപോർട്ടിലെ നോട്ടൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് രണ്ടാമത് ആ ക്ലാസ് കാണാം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒന്ന് കണ്ടുപോയിട്ടുണ്ട്, അതിൻ്റെ കൂടെ നിങ്ങൾ രണ്ടാമത് ഒന്നുകൂടെ കാണുമ്പോൾ എന്താവും, ആ ചാപ്റ്റർ നിങ്ങളുടെ അടുത്ത് സെറ്റ് ആവും. ഐഡിയ കിട്ടിയോ? അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഏറ്റവും ഈസി ആയിട്ടുള്ള ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ പഠിച്ചു, അത് പഠിച്ച് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത് 6 മാർക്കാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് എത്ര ദിവസം കൊടുക്കാം, ഇതിന് ഒരു ദിവസം കൊടുക്കാമല്ലോ, ഒരു 1 ഡേ എന്ത് ചെയ്യാം, ഇയാൾക്ക് വേണ്ടി കൊടുക്കാം. ഇനി നിങ്ങൾക്ക് അടുത്ത ഏതൊരു സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവർ ഇമ്പോർട്ടൻ്റ് ആണ്, ഇവർ പഠിച്ചു തന്നെ ആവണം. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ ബോണ്ടിങ്ങിലേക്ക് പോകാം. കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ അവസാനത്തെ പോർഷനൊക്കെ ചെറിയ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ട്, ചില രീതിയിലെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ എന്നാലും ആ കാര്യങ്ങൾ വരെ, അതായത് മോളിക്കുലർ ഓർബിറ്റൽ തിയറിയിൽ നമുക്കിപ്പം ഫ്ലൂറിൻ്റെയോ ഓക്സിജൻ്റെയോ ഒക്കെ എന്ത് ചോദിക്കും, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചോദിക്കും. ചില ആൾക്കാർക്ക് അതിൻ്റെ ഐഡിയ കിട്ടൂല. പക്ഷേ നിങ്ങൾ അവിടെ അതും പറഞ്ഞ് സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല, നമ്മളടുത്ത് എന്തില്ല, സമയമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 2-3 തവണ അത് ഒന്ന് എഴുതി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യുക, ആ കോൺസെപ്റ്റ് അവിടെ സെറ്റ് ആവും, നിങ്ങൾക്ക് അത് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? നമ്മളുടെ അൾട്ടിമേറ്റ് എയിം ഈ വരുന്ന എക്സാമിന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ കെമിക്കൽ ബോണ്ടിങ് ആണ്. ഓക്കെ, കെമിക്കൽ ബോണ്ടിങ്ങിൽ എന്തുണ്ട്, അത് നിങ്ങൾ തുടക്കം മുതൽ കോസ്റ്റൽ ലൂയിസ് അപ്രോച്ച് മുതൽ അവസാനം MOT വരെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അവിടെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഒരു 7 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഒരു 2 ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഏതെന്ന് പറഞ്ഞിട്ടുള്ളത്, കെമിക്കൽ ബോണ്ടിങ്. അങ്ങനെ 3 ദിവസം കൊണ്ട് എന്താക്കിയിട്ടുണ്ട്, നമ്മൾ ഏകദേശം 2 ചാപ്റ്റർ തീർന്നിട്ടുണ്ട്. ഒരിക്കലും ഞാൻ പറയുന്നില്ല എന്ത് ചെയ്യാം 3 ദിവസം കൊണ്ട് തന്നെ തീർക്കണമെന്ന്. സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. എത്ര പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നോ അത്രയും പെട്ടെന്ന് തീർക്കാൻ നോക്കുക. അങ്ങനെ നമുക്ക് ഇനി ഏതിലേക്ക് പോവാം, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള സംബേസിക്കിലേക്ക് പോവാം. ഓക്കെ, അങ്ങനെ സംബേസിക്കിന് നമുക്ക് എത്ര കൊടുക്കാം, 1 ദിവസം മാത്രം കൊടുത്താൽ മതി. ശരിയാ, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഇതിൽ തിയറി ആയിട്ടും പഠിക്കാനുണ്ട്, ന്യൂമറിക്കലായിട്ടും പഠിക്കാനുണ്ട്. പക്ഷേ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരുപാട് തവണ റിവൈസ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ ആണല്ലോ? അങ്ങനെ നിങ്ങളൊരു 3 ചാപ്റ്റർ പഠിച്ച് കഴിയുമ്പോൾ എന്നിട്ട് എന്ത് ചെയ്യണം, 4മത്തേലേക്ക് പോകുന്നതിന് മുന്നേ ഈ പഠിച്ച 3 ചാപ്റ്റർ നിങ്ങളൊന്ന് റിവിഷൻ ചെയ്യണം. നിങ്ങൾ റിവിഷൻ ചെയ്ത് തന്നെയാവണം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, അൾട്ടിമേറ്റ്ലി നിങ്ങളത് മറന്നുപോകും. നിങ്ങളൊരു കാര്യം ആലോചിക്കുക, നിങ്ങൾ 1ാമത്തെ ദിവസം ക്ലാസിഫിക്കേഷൻ തുടങ്ങി, അങ്ങനെ കഴിഞ്ഞ് 15 ദിവസം എത്തിയപ്പോൾ 15ാമത്തെ ദിവസം നിങ്ങൾ ഹൈഡ്രോകാർബണും കഴിഞ്ഞു. അങ്ങനെ 15ാമത്തെ ദിവസം ഹൈഡ്രോകാർബൺ കഴിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങൾ എന്ത് മറന്നുപോയി, 1ാമത്തെ ദിവസം പഠിച്ച് ക്ലാസിഫിക്കേഷൻ മറന്നുപോയി. അപ്പോൾ ഒക്കെ പോയില്ലേ? അപ്പോൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ടുള്ള റിവിഷനും ഇതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ കൊണ്ടുപോയി തന്നെ ആവണം. എന്നാൽ മാത്രമേ എന്തുള്ളൂ, പഠിച്ച് പോകുന്നതിനൊരു കാര്യം ഉണ്ടാവുള്ളൂ. നമ്മളുടെ കയ്യിലുള്ള ടൈം എന്താണ്, വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ആർക്ക് ചെയ്യാൻ പറ്റുന്നോ അയാൾക്കായിരിക്കും മാക്സിമം എന്തുണ്ടാക്കാൻ പറ്റുക, റിസൾട്ട് ഈ ഒരു അവസരത്തിൽ നേടാൻ പറ്റുക. ഓർത്ത് വെക്കുക. അങ്ങനെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, സംബേസിക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇയാൾക്ക് നമുക്ക് എത്ര കൊടുക്കാം, ഇയാൾക്ക് വേണമെങ്കിൽ ഒരു 1.5 ഡേയോ അല്ലെങ്കിൽ 2 ദിവസമോ നിങ്ങൾക്ക് മാക്സിമം കൊടുക്കാം. കാരണം ഇവിടെ തിയറി ഉണ്ട്, ന്യൂമറിക്കലിനും എന്തുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ആദ്യത്തെ 4 ചാപ്റ്റർ നിങ്ങൾക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ദിവസം എന്ന് പറഞ്ഞാൽ 6 ദിവസമാണ്. എത്ര ദിവസം? 6 ദിവസം. ഇനി ഇതേപോലെ തന്നെ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം, റിഡോക്സ് എന്ന് പറഞ്ഞ് 3 ഒരുമിച്ച് പോകാം. ഫിസിക്കൽ കെമിസ്ട്രി ആണ് 3 ആൾക്കാരിലും കുറച്ച് ന്യൂമറിക്കൽ പോർഷൻ വരുന്നതുകൊണ്ട് ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട് മിക്ക കുട്ടികൾക്കും. എസ്പെഷ്യലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇക്വിലിബ്രിയം നിങ്ങൾക്ക് ആ രീതിയിൽ പോകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓർഗാനിക് പഠിച്ചിട്ട് ഫിസിക്കലിലേക്ക് വരാം, അഥവാ ഈ 3 ചാപ്റ്ററിലേക്ക് വരാം. അത് ഡിപ്പെൻസ് അപ്പോൺ യു. ഓർഗാനിക് പഠിക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ചോ, ഇതിന് എത്ര ദിവസം കൊടുക്കുക, ഒരു 2 ദിവസം കൊടുക്കുക, 2 ഡേ കൊടുക്കുക. ഇയാൾക്കാണെങ്കിൽ ഒരു 2 ദിവസം കൊടുക്കാം. ഈ 2 ദിവസം കൊണ്ട് ഇത്രയും വലിയ ചാപ്റ്റേഴ്സ് പഠിച്ച് തീർക്കുമോ? തീർക്കാണ്ട് വേറെ വഴിയില്ല. കാരണം നമ്മുടെ അടുത്തുള്ള ടൈം വളരെ ലിമിറ്റഡ് ആണ്. നിങ്ങൾക്ക് 2 ദിവസം എന്ന് പറഞ്ഞാൽ 1.5 ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ 2 ദിവസം കൊണ്ട് തന്നെ ഓരോ ചാപ്റ്ററും ഓർഗാനിക് കെമിസ്ട്രി, സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് ആണെങ്കിലും ഒപ്പം തന്നെ ഹൈഡ്രോകാർബൺസ് ആണെങ്കിലും എന്ത് ചെയ്യണം, തീർക്കാൻ നോക്കണം. ഓക്കെ, ഒരു തവണ പെട്ടെന്ന് ഓടിച്ച് വിടുക, 2ാമത്തെ തവണ നോക്കുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ അതിൻ്റെ നോട്ട്സ് ചേർത്ത് വെച്ച് പഠിക്കണം. എത്രത്തോളം സമയം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും നിങ്ങൾ തോന്നുന്നു ആ സമയത്തൊക്കെ നിങ്ങൾ പഠിച്ച കാര്യം റിവൈസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയിലെ കേസിലൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ അവിടെ നോമൻക്ലേച്ചർ വരും, ഐസോമറിസം വരും, പ്യൂരിഫിക്കേഷൻ വരും. പ്യൂരിഫിക്കേഷൻ പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ന്യൂമറിക്കലാണ്. അപ്പോൾ നിങ്ങൾ അവിടെ ഇക്വേഷൻസ് പഠിക്കണം. പക്ഷേ അതേ സമയത്ത് ഇവിടെ എന്തുണ്ട്, നോമൻക്ലേച്ചറിനുള്ള ആ ഒരു ടേബിൾ പഠിക്കണം. ആർക്കൊക്കെയാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ഏതൊക്കെ രീതിയിലുണ്ട്, ഐസോമറിസത്തിന് എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ അതിൻ്റേതായുള്ള രീതിയിൽ ബുദ്ധിമുട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യുക, ഇൻ ബിറ്റ്വീൻ ആയിട്ടൊക്കെ എന്ത് ചെയ്യുക, സമയം കിട്ടുമ്പോൾ ഓരോ പോർഷൻസ് ആയിട്ട് റിവൈസ് ചെയ്യാൻ നോക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങളൊക്കെ പഠിച്ച് കഴിഞ്ഞ് ഇപ്പോൾ തെർമോഡൈനാമിക്സ് എത്തിയെന്ന്
വിചാരിക്കും. അപ്പോൾ തെർമോഡൈനാമിക്സ് നിങ്ങൾ ഒരു ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു ബോറടിച്ചു, അയ്യോ മടുത്തു എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഞാൻ മുന്നേ എന്ത് പഠിച്ചിട്ടുണ്ട്, ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്, അതിൽ നോമൻക്ലേച്ചറിൽ എനിക്ക് ചെറിയ സംശയമുണ്ട്, ഒന്നെടുത്ത് റിവൈസ് ചെയ്താലോ, ആ രീതിയിൽ പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ എപ്പോഴൊക്കെ സമയം കിട്ടുന്നോ, ഒഴിവ് സമയം കിട്ടുന്നോ അപ്പോഴൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കണം, കെമിസ്ട്രിയിൽ ആ ഒരു പോർഷൻ വേറൊരു പോർഷൻ എന്നുള്ള രീതിയിൽ ഇടയിലിട്ടിട്ട് റിവൈസ് ചെയ്യാനും കൂടെ നോക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് എക്സാം സമയത്ത് റീകോൾ ചെയ്യാൻ പറ്റുള്ളൂ. എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് റീകോൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് റിവൈസ് തന്നെ ചെയ്ത് തന്നെ ആകണം. ഓക്കെ, സ്വാഭാവികമായിട്ട് എനിക്കറിയാം ഇതിപ്പോൾ നമ്മൾ കെമിസ്ട്രീൻ്റെ ബേസിൽ മാത്രമാണ്, ഇതിനിടയിൽ നിങ്ങൾക്ക് ഫിസിക്സും മാത്സും ബയോളജിയും കമ്പ്യൂട്ടർ സയൻസും ഒക്കെ പഠിക്കാനുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ കെമിസ്ട്രി ഓറിയൻറ്റഡ് ആയിട്ടാണ് പഠിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ബാക്കി സബ്ജക്റ്റും കൊണ്ടുപോകാൻ സാധിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, രണ്ട് ദിവസം വെച്ചിട്ട് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി ഹൈഡ്രോ കാർബണും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ദിവസങ്ങൾ എന്ത് ചെയ്യാം, ഇപ്പം തന്നെ നമുക്ക് എത്ര ആയിട്ടുണ്ട്, 10 ദിവസമായിട്ടുണ്ട്. ഈ 5 ദിവസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റണം, ഈ 3 ചാപ്റ്റർ തീർക്കാൻ പറ്റണം. അതിൽ തെർമോഡൈനാമിക്സ് നിങ്ങൾ തീർച്ചയായിട്ടും 2 ദിവസം കൊടുക്കേണ്ടി വരും, കാരണം ന്യൂമറിക്കൽ ചാപ്റ്ററാണ്. ഇക്വിലിബ്രിയം ആണെങ്കിലും 2 ദിവസം വേണം, 2-2.5 ദിവസം വെച്ച് പഠിക്കേണ്ട ചാപ്റ്ററാണ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ തെർമോഡൈനാമിക്സോ ഇക്വിലിബ്രിയോ അല്ലെങ്കിൽ ബേസിക് കോൺസെപ്റ്റ്, സ്ട്രക്ചർ ഓഫ് ആറ്റം, ഒപ്പം തന്നെ ഈ ഓർഗാനിക് കെമിസ്ട്രി ബേസിക് പ്രിൻസിപ്പിൾസിലെ പ്യൂരിഫിക്കേഷൻ പോർഷൻ ഉണ്ടല്ലോ, അവിടെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഷോർട്ട് ഇക്വേഷൻസ് ഉണ്ടാവും, അതൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അത് വീണ്ടും റീവിസിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂമറിക്കൽ വരുമ്പോൾ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ന്യൂമറിക്കൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് ബുദ്ധിമുട്ട് തോന്നാം, പക്ഷേ അത് അപ്രോച്ച് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് വേണം, നിങ്ങളുടെ കയ്യിൽ ഇക്വേഷൻസ് നിർബന്ധമായിട്ടും വേണം. അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ വീണ്ടും ആ ഇക്വേഷൻസ് ഒന്ന് ഷോർട്ട് നോട്ടിൽ എഴുതിയത് വീണ്ടും വായിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് ഓർക്കുക. ഇനി റിഡോക്സ് എടുക്കുകയാണെങ്കിൽ, റിഡോക്സ് പൊതുവേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞ് ചാപ്റ്ററാണ്, അതിന് വെയിറ്റേജ് ഒന്നാമത് കുറവാണ്, 5 മാർക്കേ ഉള്ളൂ. രണ്ടാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞ് ചാപ്റ്ററാണ്. ഒന്നാമത്തേത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻസിങ് ആണ്. ആ ബാലൻസിങ്ങിന് തന്നെ 2 കേസ് ഉണ്ട്. ആൻഡ് 2 കേസിൽ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അസിഡിക് കണ്ടീഷനും ബേസിക് കണ്ടീഷൻ നിങ്ങൾ പഠിച്ചു തന്നെയാണോ. പിന്നെ ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ ഉണ്ട്, പിന്നെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനുള്ളതുണ്ട്. ആ രീതിയിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, 5 മാർക്ക് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് റിഡോക്സ് റിയാക്ഷൻ ടാക്കിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചിലപ്പം ബുദ്ധിമുട്ടുന്ന പോർഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബാലൻസിങ് ആയിരിക്കും. അതൊന്ന് നിങ്ങൾ വൺസ് മാസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ 5 മാർക്ക് ഉറപ്പാണ്. ക്രിസ്മസ് എക്സാമിന് അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടില്ല എന്ന് വെച്ചിട്ട് ബോർഡ് എക്സാമിന് വരില്ല എന്ന് വിചാരിക്കരുത്. പൊതുവേ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്, എന്തായാലും ചോദിച്ചിരിക്കും. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 15 ദിവസം കൊണ്ട് എങ്ങനെ എൻ്റയർ ചാപ്റ്റർ തീർക്കാന്നുള്ളതാണ്. അപ്പോൾ ഇനി ഒന്നും അറിയാത്ത ഒരാളെ സംബന്ധിച്ച്, സാർ എനിക്കിത് ബുദ്ധിമുട്ടാണ്, ഇത്രയും ചാപ്റ്റർ പഠിച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ മാത്രം പഠിക്കാം. ഏതൊക്കെ ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഓർഗാനിക് കെമിസ്ട്രി ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് ആണ്, അവിടെ നിന്ന് 8 മാർക്ക് കിട്ടി. പിന്നെ ഹൈഡ്രോ കാർബൺ ഉണ്ട്, അവിടെ നിന്ന് 8 ആയി, മൊത്തം 16 ആയി. പിന്നെ നിങ്ങൾക്ക് സ്ട്രക്ചർ ഓഫ് ആറ്റം പഠിക്കാം, അപ്പോൾ 23 മാർക്കായി. 3 ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് 23 മാർക്കായി. അതായത് മൊത്തം മാർക്കിൻ്റെ 1/3 മാർക്ക് ഈ 3 ചാപ്റ്ററിനാണ്. പിന്നെ നിങ്ങൾക്ക് പഠിക്കാം, കെമിക്കൽ ബോണ്ടിങ് പഠിക്കാം, അപ്പോൾ അവിടെ 30 മാർക്കായി. അതായത് 4 ചാപ്റ്റർ, മൊത്തം 9 ചാപ്റ്ററിൽ 4 ചാപ്റ്റർ പഠിച്ച് നിങ്ങൾക്ക് പകുതി മാർക്കാവും. ഇനി ഒരാളും കൂടി ഉണ്ട്, ഇക്വിലിബ്രിയം പൊതുവെ കുറച്ച് ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതിൽ കെമിക്കൽ ഇക്വിലിബ്രിയെങ്കിലും നിങ്ങൾ പഠിക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു 5 ചാപ്റ്റർ മാത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അത് ഒന്നും അറിയാത്ത ഒരാളുടെ കേസിലാണ് പറയുന്നത്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരാളുടെ കേസിലാണ് പറഞ്ഞിട്ടുള്ളത്. 5 ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ 37 മാർക്കാണ് നിങ്ങൾക്ക് നേടാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോഴും ടെൻഷൻ അടിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടെൻഷനൊക്കെ മാറ്റി വെക്കുക. ഇതുവരെ കഴിഞ്ഞു പോയ സമയമൊക്കെ പോട്ടെ, നമുക്കിനി അതിൻ്റെ പേരിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ഉപയോഗിക്കാനുള്ളതാണ്. അത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ആര് ഉപയോഗിക്കുന്നു, അയാൾ വിചാരിച്ചതിനെ കാട്ടി വലിയ റിസൾട്ടാണ് കിട്ടാൻ പോവുക. ഓക്കെ, കഴിഞ്ഞു പോയ കാര്യത്തിനെ കുറിച്ച് ആലോചിച്ച്, സമയത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട്, നിങ്ങൾക്ക് നേടാനാവുമായിട്ടും നഷ്ടപ്പെടുത്തിയ സമയത്തിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നത് മാറ്റി വെക്കുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ ഒരു പ്ലാൻ ചെയ്യണം. ഓക്കെ, ഇപ്പം ഞാനൊരു രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ ആയി തോന്നുന്നത് ആ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഓരോ ദിവസത്തേക്കും വേണ്ടിയുള്ള പ്ലാനിങ് നിങ്ങൾ റെഡിയാക്കി വെക്കണം. അത് വെച്ചിട്ട് നാളെ മുതൽ പഠിക്കാമെന്നാണോ നിങ്ങൾ വിചാരിക്കേണ്ടതല്ല. നാളെ എന്ന് പറഞ്ഞൊരു സമയമല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മളുടെ മുന്നിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള സമയമാണ്. ഓരോ മിനിറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ ആ പ്ലാൻ ഉണ്ടാക്കിയതിന് ശേഷം ചാപ്റ്റർ പഠിക്കാൻ തുടങ്ങണം. ഏതാണോ നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുന്ന ചാപ്റ്റർ, അതിൽ നിന്ന് പഠിച്ചിട്ട് തന്നെ ഉറങ്ങണം എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ ഇരിക്കണം. ഓക്കെ, 1 2 എത്രയാണോ നിങ്ങൾക്ക് പറ്റുന്നത് അതിൻ്റെ മാക്സിമം നിങ്ങൾ പുഷ് ചെയ്യാൻ നോക്കണം. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയമുള്ളൂ. നിങ്ങളാണ് നിങ്ങളുടെ റിസൾട്ടിന് തീരുമാനിക്കുന്നത്. ഓരോ നിമിഷവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് സമയം വേസ്റ്റ് ആക്കാണ്ട് ഇപ്പോൾ മുതൽ പഠിച്ചു തുടങ്ങുക. ഓൾ ദി വെരി ബെസ്റ്റ്.